മനുഷ്യായുസ്സാ എന്നും മാടി വിളിക്കുന്നു നമ്മയല്ല, എന്നും മാടി വിളിക്കുന്നു നമ്മയല്ല. അലയുന്നിരങ്ങും നിഴലുകൾ പോ അലയാഴി വൻതിരകളെ പോ മനുഷ്യായുസ്സാ ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 3-ാം സങ്കീർത്തനം 6-ാം വാക്യം. എനിക്ക് വിരോധമായി ചുറ്റും പാളയമിറങ്ങിയിരിക്കുന്ന 1000 ജനങ്ങളെ ഞാൻ ഭയപ്പെടുകയില്ല. പ്രതികൂലങ്ങളുടെയും പ്രതിസന്ധികളുടെയും മധ്യത്തിൽ ദൈവീക കരുതൽ അനുഭവപ്പെടുന്നതിനാൽ ശത്രുക്കൾ ചുറ്റുമുണ്ടായെങ്കിലും അതിനെ കവിയുന്ന സുരക്ഷിത്വ ബോധം തനിക്കുണ്ട് എന്ന് ദാവീദ് ഈ ഭാഗത്തൂടെ നമ്മോട് പ്രഖ്യാപിക്കുന്നു. ദൈവവഴികളിൽ നടക്കുന്ന ദൈവവൈതലിൻ്റെ ജീവന് ഭീഷണി ഉയർത്തുന്നവർ ദൈവത്തെ തന്നെയാണ് നിന്ദിക്കുന്നത്. അധികാരികളിൽ നിന്ന് അധികാരപത്രം വാങ്ങി ക്രിസ്ത്യാനികളെ തച്ചുടയ്ക്കുവാൻ ശ്രമിച്ച പൗലോസ് നീ ആരാകുന്നു എന്ന ചോദ്യത്തിന് കർത്താവ് കൊടുക്കുന്ന മറുപടി നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു എന്നാണ്. ദൈവിക ബന്ധത്തിൽ ജീവിക്കുന്ന ദൈവപൈതൽ ദൈവിക ഉണ്മയുടെ വലയത്തിലാണ്. പ്രിയ സ്നേഹിതരെ, നമുക്ക് ചുറ്റും എത്ര ശത്രു എഴുന്നേറ്റാലും നാം കർത്താവിൻ്റെ കരവലയത്തിൽ സുരക്ഷിതരാണെന്നുള്ള ബോധ്യതയോടെ പ്രതിസന്ധികളെ ഈ നാളുകളിൽ നമുക്ക് അതിജീവിക്കാം. പ്രാർത്ഥിക്കാം. കർത്താവെ, നിന്നിൽ ആശ്രയിച്ച് പ്രതിസന്ധികളിൽ മുന്നേറുവാനുള്ള കൃപ എനിക്ക് നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.